ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് നല്ലൊരു കടലക്കറി ഉണ്ടാക്കിയാലോ? നമുക്ക് ദോശയ്ക്കും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറി. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ഒഴിക്കുന്നില്ല, തേങ്ങയൊന്നും അരച്ചൊഴിക്കാതെ ഒരു മസാല കറി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നല്ല രുചിയുള്ളൊരു കറിയാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് താമസിക്കാതെ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ഇവിടെ ഞാനിപ്പം 1 കപ്പ് കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു 6 മണിക്കൂറൊക്കെ കുതിർത്തണം കേട്ടോ. നമ്മൾ വെള്ളത്തിലിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നല്ലതായിട്ട് കടല കഴുകിയെടുക്കണം. എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. കടല ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം സവാളയും 2 പച്ചമുളകും അതും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിക്കണം. അപ്പോഴാണ് കടലേൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. കടല വേവാനായിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണൊക്കെ അങ്ങ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പെരിഞ്ചീരകം, 2-3 വെളുത്തുള്ളിയുടെ അല്ലി, കുറച്ച് കുരുമുളക് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചിക്കൊക്കെ ഇടുന്ന ആ ഒരു ചെറിയ കൂട്ട് കേട്ടോ. എല്ലാം കുറേശ്ശെ ഒരു 1/4 ടീസ്പൂൺ വീതം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കാം. ആ കൂട്ടൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം ഒരു വലിയ സവാള ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി ഇളക്കി നന്നായിട്ട് ഇത് നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളകൊന്നും നമ്മളിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം കടല വേവിച്ചപ്പോൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്കിനി ചേർക്കുന്നില്ല കേട്ടോ. ഈ സവാളയൊന്ന് നന്നായിട്ട് ചുവന്ന് വരട്ടെ, അതുവരെ വഴറ്റി കൊടുക്കാം. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇതിപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എടുക്കാം. ഞാൻ 1 ടീസ്പൂൺ അധികം കുത്ത് വേണ്ടാന്നോർത്ത് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. നമ്മൾ കടലയിലും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത്, അതും ഒരു 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കലക്കി എടുത്ത് വെക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ആ സവാളയിലേക്ക് ഇടുമ്പം ഒട്ടും കത്തി പോവാതെ നന്നായിട്ട് കിട്ടും. അതുകൊണ്ട് ഇതുപോലെ കലക്കിയിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സവാള നോക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ച പൊടികൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം നനച്ചിട്ടാണെങ്കിൽ അത് ഒട്ടും കരിഞ്ഞു പോവില്ല. എന്നിട്ട് എല്ലാം കൂടി അങ്ങ് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ മാറിയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളിയും കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയായിരുന്നു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഇതിൽ കിടന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ.
തക്കാളി വേവുമ്പോഴേക്ക് നമ്മുടെ കടല വെന്തോന്ന് നോക്കാം. കടല ഞാൻ ഒരു 5-6 വിസിൽ അടുപ്പിച്ചിട്ട് ആ ആവിയൊക്കെ പോകുന്നവരെ തണുക്കുന്നത് വരെ മാറ്റി വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ കടല ഇതാ നന്നായിട്ട് മണ്ണ് പോലെ അങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് 1 ടേബിൾ സ്പൂൺ കടല ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോഴാണ് ആ കടലക്കറിക്ക് നല്ല തിക്ക് കിട്ടും. നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളത്തോടെയായിരുന്നു, അപ്പോൾ ഇത് മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ കടലയുടെ പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് എപ്പോഴും ഒരു പച്ചച്ചോവ വരുവേ. ഇതെല്ലാം ചേർത്തിട്ട് ഉപ്പ് മതിയോന്നൊന്ന് നോക്കി നോക്കണം കേട്ടോ. പോരെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം തക്കാളി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഓഫാക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഒഴിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കശുവണ്ടി അരച്ചിട്ട് ഒഴിക്കാം. അങ്ങനെയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു മസാലക്കറി ആയതുകൊണ്ട് ഇത്രയും മതി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി കാച്ചി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡിയായി കേട്ടോ. ഇപ്പം ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയ കടലക്കറി ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി.